ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെങ്കോട്ട, തമിഴ്നാട്, തെങ്കാശി. അതിനടുത്തുള്ള തെങ്കോട്ടയിൽ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു തിരുമല കോവിൽ, മുരുക പ്രതിഷ്ഠയുള്ള ഒരു കോവിലാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ വന്നത്. കവാടത്തിൽ നിന്ന് കയറി നല്ല യാത്രയാണ് ഇതിനകത്തോട്ട് പോകുമ്പോൾ. ഇതിലോട്ട് കാണാൻ നല്ല ഇതുവഴി പടിയുണ്ട്, എത്രയോ പടികളുണ്ട്. ആ പടി കയറി വേണം ഇതിന് മുകളിൽ പോകാൻ പറ്റും. എങ്കിലും വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആ വഴിയിലോട്ട് പോവുകയാണ്. എന്തായാലും വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവിടുത്തെ നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പടി കയറി പോകേണ്ട ഇതുവഴി. പടി കയറി എത്രയോ പടികളുണ്ട്, 100-ൽ കൂടുതൽ പടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നടന്നങ്ങ് മുകളിൽ കയറണം, നല്ല രസമാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഇവിടുത്തെ തമിഴ് കുട്ടികൾ അവരെന്തോ പരിപാടിയിലാണ്. പരിപാടി വേറെ ഒന്നുമല്ല, നമ്മളെ മാങ്ങ, അണ്ടി മാങ്ങ പറിച്ച് കഴിക്കാനുള്ള ഒത്തപ്പാടിലാണ് അവർ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, കുറേ വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇത് റോഡാണിത്. റോഡ് വെച്ചാൽ പാറ വെട്ടി അതിനെ റോഡാക്കിയതാണ്. പാറയായിരുന്നത്, കുമ്പ് അതിനെ ഇടിച്ച് നിരത്തി റോഡാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്. അപ്പം നേരത്തെ ഞങ്ങളിവിടെ വരുമ്പോൾ നല്ല മഞ്ഞ് കയറുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്ക്. താഴെയൊക്കെ കോടയുണ്ട്, കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ കാണുന്ന മലയുടെ താഴെയൊക്കെ നിറയെ കോടമഞ്ഞൊക്കെ വരുന്ന ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇല്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ മിക്കവാറും മഞ്ഞ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാവിലെ ഇവിടെ നട തുറന്നു കഴിഞ്ഞാൽ 5 മണിക്ക് മുമ്പ് നട തുറക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും. ഇവിടെ മുരുകപ്രതിഷ്ഠയാണുള്ളത്. അമ്പലം മുകളിലാണ് കേട്ടോ. അത് ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ്. ഇപ്പോൾ ഉച്ച സമയമായിട്ട് ആളൊന്നുമില്ല. ആണല്ലേ, പാറ വെട്ടിയാണ് അവർ റോഡ് ആക്കി എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു 4-5 ചുറ്റ് കറങ്ങി അങ്ങ് മുകളിൽ കയറാൻ പറ്റുള്ളൂ. ഒരമ്മച്ചി പശുവിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണിത്. ഞങ്ങൾ നിർത്തി കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം കാണിച്ചു തരാം. അന്ന് ഞങ്ങൾ വരുമ്പോഴേക്കും മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞിൻ്റെ ഒരു ചെറിയ ലക്ഷണം കാണുന്നുണ്ട്. പക്ഷേ മഞ്ഞുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെ നോക്കുമ്പോൾ പറയാം, കോട വന്ന് നിൽപ്പുണ്ട്. വെയിലാണ്, അതുകൊണ്ടായിരിക്കും കോട കുറവ്. വൈകുന്നേരമാകുമ്പോൾ നല്ല കോട ഇറങ്ങും. നല്ല രസമുള്ളൊരു അമ്പലം ഇതാണ്. കാണേണ്ട കാഴ്ചകളാണ്. നേരിട്ട് വന്നാൽ മാത്രമേ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 4:30 മണിക്ക് അടുത്ത് നട തുറക്കും. രാത്രി വരെ ഇവിടെ ഉണ്ടാവും. ഇവിടെ കാണുന്ന ഒരു സ്ഥലം ഞാൻ അങ്ങോട്ട് നീങ്ങിയിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് നിർത്താൻ പാടില്ലെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മുകളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പാറകൾ ഇളകി ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്ന നിപ്പിലായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇതിൽ അവിടെ നിന്ന് ഇറങ്ങി വെച്ചാൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പാറ ഇറങ്ങി വരും, ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത്. മുകളിൽ വണ്ടിയൊക്കെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഏറ്റവും മുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇനി നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിരുന്ന വേറൊരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ ചെറിയൊരു കാണിച്ചു തരാം. ഇതിൽ കൂടെ അവിടെ കാണുന്നുണ്ട്, നല്ല ദൂരത്താണേ. ആ ഡാമിന് പ്രത്യേകത വരുന്നില്ല. ആ ഡാമിനകത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഗ്ലാസിൻ്റെ ഇതിൽ പാടാണ് കാണാൻ. മുകളിൽ പോയിട്ട് അതിൻ്റെ ഒരു വ്യൂ എടുത്ത് കാണിച്ചു. അവിടെ ഡാമുണ്ട്, ദൂരെ ഡാമുണ്ട്. ആ ഡാമിൽ വെച്ചാൽ വെള്ളം ഇങ്ങനെ ഡാമിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കതിനകത്ത് ആ ഡാമിനോടൊപ്പം ഡാമിൻ്റെ പേര് മറന്നിരിക്കുക. നമ്മുടെ ഫ്രണ്ട് പറയണ കേട്ടിരുന്നു. അവിടെയാണ് അങ്ങ് ദൂരെയാണ് ഡാം വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പോയി നിന്ന് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. താഴെ ആ ഡാമിൻ്റെ ഭാഗത്ത് നിന്ന് കുളിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം വെള്ളമില്ല. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാതെ വെള്ളമില്ലെന്ന് ആ ഡാമിൽ നേരത്തെ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഡാമിൽ വെള്ളമില്ലെന്ന്. ദൂരം ഉള്ളതുകൊണ്ട് കറക്റ്റ് ക്ലിയർ അല്ല അത്. എന്തായാലും ഞങ്ങൾ മുകളിലോട്ട് പോകുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു സൈഡാണ്. പിന്നെ നമ്മളിപ്പം മറു വന്നു. ഇവിടെ നിന്ന് കറങ്ങി കയറുകയാണ്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. വന്നൊക്കെ തന്നെ കാണണം. നമ്മൾ ഏതാണ്ട് ഒരു 90 ഇവിടം വരെ വരുമ്പോഴേക്കും ഒരു 100 കിലോമീറ്റർ അത്രയും വരെ ഉള്ളത്. ചെങ്കോട്ടയ്ക്ക് 90 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെങ്കോട്ടത്ത് 3 കിലോമീറ്റർ, 95 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. തിരുവനന്തപുരത്ത് സുഖമായിട്ട് ഓടിച്ച് വരാം. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഓടി വന്നു. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്കായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നല്ല സൈറ്റാണ് കേട്ടോ. അത് പാറ അതിനിടയ്ക്ക് നിന്നൊക്കെ എടുക്കാൻ. പക്ഷേ വെയിലായി പോയി. ഞങ്ങൾ നേരത്തെ പോയ മാവിൻ തോട്ടം അത് ഈ പോകുന്ന ഭാഗത്താണുള്ളത്.
റോഡാണ്. ഈ റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കറങ്ങി കയറാനുള്ളതാണ് റോഡ്. ചുറ്റി വരണം. എന്താ വിചാരിക്കും ഇവിടെ തീർന്നെന്നുള്ളത്? തീർന്നില്ല. ഇറങ്ങി കയറാം. ഇതുവഴി പടിയുണ്ട്, നടന്ന് കയറാൻ പറ്റുന്നതാണ്. അല്ലേ, പാറ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിവ് അപാരത്തിൻ്റെ. കുറച്ചുകൂടെ മുകളിൽ പോകുമ്പോൾ തന്നെ മെയിൻ സീസണെല്ലാം തോന്നുന്നു. അങ്ങനെ വണ്ടികളൊക്കെ കുറവാണ് ഇപ്പോൾ ഇവിടെ. ഡേഞ്ചറസ് വളവെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണത്. നോക്കിയും കണ്ട് കയറിയില്ലെങ്കിൽ ഇതിൻ്റെ പണി കിട്ടും. മുകളിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരും. കണ്ടില്ലേ, പാറ പൊട്ടിച്ചെടുത്തിങ്ങനെ രൂപങ്ങളാണ് കാണാൻ. അത് ചെറിയൊരു വെള്ളമൊക്കെ വന്നിട്ടിങ്ങനെ മുകളിൽ നിന്ന്. ഇനി ഒരു വളവും കൂടെ കാണും മുകളിൽ കയറാനായിട്ട്. അത് തീർന്നോന്ന് അറിയില്ല. തീർന്നാന്ന് തോന്നുന്നു. ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. വളവുണ്ട്. ഈ ഒരു വളവും കൂടെ കഴിഞ്ഞാൽ മുകളിൽ ടോപ്പിൽ ഇതുകൊണ്ട് മുകളിൽ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാനൊക്കെ പുളിയോദരം എന്ന് പറഞ്ഞൊരു ഇത് കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റി സാധനമായിരുന്നു. നമ്മളെ കോവിലിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി. ഇല്ലില്ല, നമ്മളിപ്പോൾ കോവിലിൻ്റെ അടുത്ത് എത്തിയാണ്. ഇതാണ് കോവിലിൻ്റെ പാർക്കിനെ അങ്ങോട്ട് കൊണ്ട് നിർത്തണം. കോവിലിൻ്റെ ഭാഗം ഇതാണ്. ഇതാണ് നമ്മൾ വന്ന തിരുമല കോവിൽ. അതങ്ങ് മുകളിലാണ് അമ്പലം വരുന്നത്. താഴെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ് കാണാൻ കേട്ടോ. നമ്മളിപ്പം വന്ന റോഡ് ഇതാണ്. ഇവിടെ നിന്ന് കുറേ താഴെ നിന്ന് ചുറ്റി ഇങ്ങനെ മുകളിൽ കയറി വരണം. അങ്ങ് താഴെ നിന്നാണ് തുടങ്ങുന്നത്. നല്ല രസമാണ് കേട്ടോ. വന്നാൽ ഇന്നാണ് പടി കയറി വരുന്നത്. ഇതുവഴി പടി കയറി ഇത്രയും പടി ചവിട്ടിയാണ് കയറി വരുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. നമ്മളിവിടെ വന്നപ്പോൾ ഇപ്പോൾ മഴ തുടങ്ങി. ഈ കോവിലിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇനി 4 മണി നമ്മൾ ആ താഴത്തെ സ്ഥലത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറി വരേണ്ടത്. അവിടെ നിന്നാണ് എൻട്രൻസ്. അതുവഴി കയറിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അവിടെ 50 രൂപ നമുക്ക് വാഹനത്തിന് പാസ്സുണ്ട്. അത് കൊടുത്ത് ഇങ്ങനെ കയറി വരാം. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ഈ ചുമന്ന കളർ അടിച്ചില്ലേ, ചുവപ്പ് കളർ, അതുവഴി ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ പടി വഴി കയറി വരാൻ പറ്റും. എന്തായാലും 100 കൂടുതൽ പടി ഉണ്ടാവും സാധ്യത. ഇങ്ങനെ കടന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഇത് തിരുമല കോവിൽ, തമിഴ്നാട്ടിലുള്ള മുരുകക്ഷേത്രമാണിത്. അവർ അരശമരമൊക്കെ നിൽപ്പുണ്ട്. ഇത് ഇവിടെ ഗണപതി ക്ഷേത്രമാണിത്. തമിഴിൽ പിള്ളയാരപ്പൻ എന്ന് പറയും. മുകളിലാണ് അദ്ദേഹത്തിന് ഇരുത്തിക്കുന്നത്. താഴെ നിന്ന് മുകളിലാണ് ഗണപതി കോവിൽ. കോവിലേക്ക് പോകുന്ന വഴിയാണ്. മുകളിലൊന്ന് ഭയങ്കര അസാധ്യ കാറ്റാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. വൈകുന്നേരം തൊഴിലങ്ങളൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് തിരുമല കോവിൽ. താഴെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ശരിക്കും പാറകൾ ഉള്ള സ്ഥലമാണ്. പിന്നെ തെങ്ങും തോപ്പാണ് കൂടുതലുള്ളത്. ഇവിടെ നോക്കാൻ നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. ഇതും ഒരു വഴിയാണ്. താഴെ നിന്ന് മുകളിലോട്ട് കയറി വരാം. കോവിൽ താഴെ നിന്ന് വരാൻ പറ്റും. തിരിച്ചിറങ്ങി ഇതുവഴിയും പോകാൻ പറ്റും. തിരുമല കോവിലാണ്. ചെങ്കോട്ടയ്ക്കടുത്ത് ചെങ്കോട്ട വന്നിട്ട് ഒരു 3 കിലോമീറ്റർ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി. നമ്മൾ വന്ന റോഡിന് പോവും അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുവഴി വന്നാണ്. അവിടെ എൻട്രൻസ് അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ പാസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ളത്.
കൂടുതലും കാണുന്ന ഇടങ്ങൾ ഏകദേശമുള്ളത് കൃഷിയിടങ്ങളാണ്, കംപ്ലീറ്റ് കൃഷിയിടങ്ങളാണ്. പാറയൊക്കെ താഴെ വരുന്ന ഭാഗത്തൊക്കെ. വെയിൽ കൂടുതലായതുകൊണ്ട് തിരുമല കോവിലിൻ്റെ മുൻവശമാണിത്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് മുന്നിലുള്ള നട, ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടമാണിത്. ഭഗവാന്റെ അവിടെ പോകാൻ വേണ്ടി ഇതുവഴിയും പോകാം, നമുക്ക് അതുവഴിയും പോകാൻ പറ്റും. ഒരു നല്ല രസമുള്ള കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. മയിലൊക്കെ ഒരു പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന രസമായിട്ടുള്ള ഒരു പിക്ചറ്. നല്ല ഏരിയ ഉണ്ട്, ശരിക്കും സ്ഥലമുണ്ട്, കാണാനൊക്കെ നല്ല വ്യൂ പോയിൻ്റാണ് ഇവിടുന്ന്. പുറത്തോട്ടൊക്കെ പക്ഷേ വെയിലായതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ഡാം ഇതോ അവിടെയാണ്. ആ ഡാമിലുള്ള വെള്ളം ഇങ്ങനെ വരുമ്പോൾ അവിടെ പോയി ഒന്ന് കുളിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഡാമിൽ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് മുകളിലൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും എപ്പോഴും. ഡാമിൻ്റെ പേരറിയില്ല, ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഡാമിൻ്റെ പേര് പറഞ്ഞുതരാം. ഇതിലിടാം. ക്ലിയറല്ല, വെയിലുള്ളതുകൊണ്ട് നല്ല വെയിലാണിപ്പോൾ. വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. മുകളിൽ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. ഈ ഭാഗത്തോട്ട് വരുമോ എന്നറിയില്ല, പക്ഷേ മഴക്കോൾ കിടക്കും. ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ കണ്ടില്ലേ, ആ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. ക്ഷേത്രം 4:30 തുറക്കുകയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. നേരത്തെ 2 പ്രാവശ്യം ഇത് തൊഴുതിട്ടുണ്ട്. ആറ് കൊണ്ടുവിടെ നല്ല അടിപൊളി കാഴ്ചകളാണ്. സൈഡിൽ മുകളിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. താഴെയുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളിപ്പോൾ വന്ന റോഡാണ് ഇത് കാണുന്നത്. താഴെ നിന്ന് വന്ന റോഡാണ്. തിരിച്ച് ആ റോഡിലോട്ട് ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള ഇതാണ്. അങ്ങോട്ടത് ഡാമാണ്. ഡാം ക്ലിയർ ഇല്ല, അത് ഉള്ള ഇത് പരിമിതി വെച്ച് കാണിക്കാൻ പറ്റുന്നില്ല. ഏതൊക്കെ സ്ഥലങ്ങളാണിതൊന്നും വലിയ കിട്ടില്ല. വരാൻ പറ്റുന്നവരോട് വരിക, വന്ന് കണ്ടിട്ടൊക്കെ പോകണം. നല്ല രസമുള്ള സ്ഥലമാണ്. ഓക്കെ, ഞങ്ങൾ എന്തായാലും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ല് ഓളും കൊടുക്കുക. കമൻറ്റ് ഷെയറും ചെയ്യണം. പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പാചക വീഡിയോയും അതേപോലെ ട്രാവൽ ചെയ്യുന്ന വീഡിയോയും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം വരും. മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയോ ഒരു മയിൽ വിളിക്കുന്നുണ്ട്, പക്ഷെ മയിലിനെ കാണാനില്ല. എന്തായാലും നിങ്ങൾക്ക് യാത്ര ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.